നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാവർട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. ചെറിയാൻ ഭാര്യ ഡോളിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബൻഹറെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് വിദ്യാർത്ഥി സംഘടനകൾ. ചെയർമാന്റെ വീട് KSU ഉപരോധിച്ചു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്ക്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ വിവാഹ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ വിവാഹ മണ്ഡപം സ്ഥാപിച്ചു. ഗുരുവായൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം. മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കോടന്നൂർ സ്വദേശി അശ്വിനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. പാവർട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ താമസിക്കുന്ന തലകൻ വീട്ടിൽ ചെറിയാന്റെ ഭാര്യ 65 വയസ്സുള്ള ഡോളിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബൻഹറിനെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീടിന്റെ മുൻവശത്ത് മതിൽ നിർമ്മിക്കാനായി എത്തിയ ജോലിക്കാരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അമ്മ ഡോളിയെ അകത്തുനിന്നും കത്തിയുമായി എത്തിയ മകൻ ബൻഹർ ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ ജോലിക്കാരൻ മകന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങിയെങ്കിലും മകൻ അകത്തുപോയി മറ്റൊരു വെട്ടുകത്തി കൊണ്ടുവന്ന് അമ്മയുടെ തലയിലും കഴുത്തിലും വെട്ടുകയായിരുന്നുവെന്ന് പറയുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് ഡോളിയെ ആദ്യം പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് ബൻഹർ എന്ന് പറയുന്നു. തുടർച്ചയായി പുകവലിക്കുന്ന ശീലമുള്ള അവിവാഹിതനായ ഇദ്ദേഹം മറ്റ് ജോലികൾക്കൊന്നും പോകാതെ അമ്മയോടൊപ്പമാണ് താമസിച്ചു വരുന്നത്. ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട്ട്, CI ആന്റണി ജോസഫ് നെറ്റോ, SI മഹേഷ് എന്നിവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു. വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന സ്കൂൾ ചെയർമാന്റെ സന്ദേശത്തിനെതിരെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. സ്കൂൾ ചെയർമാന്റെ വീട് KSU പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാള SI ഫൈസൽ കോറോത്തിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ചെയർമാന്റെ വീടിന് മുന്നിലും സ്കൂളിന് മുന്നിലും ക്യാമ്പ് ചെയ്തിരുന്നു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി PA അശ്വിൻ ഉദ്ഘാടനം ചെയ്തു. SFI മാള ഏരിയ ജോയിന്റ് സെക്രട്ടറി അനന്തു ഷാജി അധ്യക്ഷത വഹിച്ചു. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ്, TR അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച അതേ വിദ്യാർത്ഥി. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജനത്തിലേക്ക് അനുഭവപ്പെട്ടു. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി ബിന്ദു കൃഷ്ണ എന്നിവർ ദർശനം നടത്തി. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. കർക്കിടകത്തിന്റെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക് ആരംഭിച്ചു. 77 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. ഈ മാസം 23-നും 30-നും റെക്കോർഡ് വിവാഹ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങ മഹോത്സവം സംഘടിപ്പിച്ചു. മഞ്ജുളാലിന് മുന്നിൽ 251 വാദ്യപ്രതിഭകൾ അണിനിരുന്ന മേളത്തോടെയായിരുന്നു തുടക്കം. ഗുരുവായൂർ ജയപ്രകാശ് മേളത്തിന് പ്രമാണം വഹിച്ചു. ഇലത്താള രംഗത്തെ പ്രമുഖനായ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം സ്വാമി സന്മയാനന്ദ സരസ്വതി സമ്മാനിച്ചു. തുടർന്ന് നടന്ന ഘോഷയാത്ര കിഴക്കേ നടയിലെത്തിയപ്പോൾ ദീപസ്തംഭത്തിന് മുന്നിൽ 501 ഐശ്വര്യ വിളക്ക് സമർപ്പിച്ചു. മൗനയോഗി സ്വാമി A ഹരിനാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, GK പ്രകാശൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൂചിപ്പിച്ചതുപോലെ 1001 രൂപയും. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ വിവാഹ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിവാഹ മണ്ഡപം സ്ഥാപിച്ചു. ഇതോടെ ക്ഷേത്രത്തിന് മുന്നിൽ 5 വിവാഹ മണ്ഡപങ്ങളായി. ചെന്നൈയിൽ താമസിക്കുന്ന കാർത്തിയായനി എന്ന ഭക്തിയുടെ കുടുംബമാണ് വിവാഹ മണ്ഡപം വഴിപാടായി സമർപ്പിച്ചത്. നിലവിലെ 4 വിവാഹ മണ്ഡപങ്ങൾക്ക് സമാനമായാണ് പുതിയത് നിർമ്മിച്ചിട്ടുള്ളത്. 20 അടി നീളവും 10 അടി വീതിയുമുണ്ട്. 15 ലക്ഷം ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ,
ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ ഗീത, ക്ഷേത്രം മാനേജർ AV പ്രശാന്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലെ ആദ്യ മണ്ഡപമായിട്ടാണ് പുതിയ മണ്ഡപത്തിന്റെ സ്ഥാനം. സമർപ്പണം കഴിഞ്ഞുടൻ പുതിയ മണ്ഡപത്തിൽ വിവാഹവും നടന്നു. കൊല്ലം കരുനാഗപ്പള്ളി അപ്പക്കുന്നിൽ രോഹിത് തിലകനും തൃശൂർ പുതുക്കാട് പേരോത്ത് ആര്യയും തമ്മിലുള്ള വിവാഹമാണ് ആദ്യം നടന്നത്. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ചെണ്ടുമല്ലി കൃഷിയുമായി ചാവക്കാട്ടെ മികച്ച യുവ കർഷകർ. മണത്തല ബേബി റോഡ് പൊന്നരശ്ശേരി ബിജേഷ്, പാലയൂർ പൊന്നരശ്ശേരി നിമൽ എന്നിവരാണ് മേഖലയിലെ രണ്ടിടങ്ങളിലായി പൂക്കൃഷി ഇറക്കി മാതൃകയാകുന്നത്. നിമൽ മടക്കടവ് മേലെപ്പുരയ്ക്കൽ വീട്ടുപറമ്പിലും ബിജേഷ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്തുമാണ് കൃഷി ചെയ്യുന്നത്. കേറ്ററിംഗ് തൊഴിലാളിയായ നിമൽ കഴിഞ്ഞ 6 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ്. കുക്കുംബർ ഉൾപ്പെടെയുള്ള വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന നിമലിനെ തേടി ഇതിനകം 2 തവണ മികച്ച യുവകർഷകനുള്ള പുരസ്കാരമെത്തി. ഇത്തവണത്തെ സംസ്ഥാന യുവകർഷക അവാർഡിനുള്ള പരിഗണനാ പട്ടികയിലും നിമൽ ഇടം പിടിച്ചിരുന്നു. ചെറുപ്പം മുതലേയുള്ള കൃഷിയോടുള്ള തീവ്രമായ താല്പര്യമാണ് തന്നെ ഈ രംഗത്ത് നിലനിർത്തുന്നതെന്ന് നിമൽ പറഞ്ഞു. ഇതിലിപ്പോ 2 കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 2200-200 വരുന്നൊരു ചെണ്ടുമല്ലിയും പിന്നെ ഒരു 3000 തൈയോളം വരുന്നൊരു കുക്കുംബറാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യണത് ഒരു 3 വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കീടനാശിനിയായിട്ടൊന്നും അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. നമ്മൾ ജൈവ രീതിയിലുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ പച്ചക്കറിയൊക്കെ. കോവിഡ് കാലത്തെ ജോലി നഷ്ടമാണ് ബിജേഷിനെ കൃഷി വഴിയിലേക്ക് എത്തിച്ചത്. തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി എന്നിവ വിജയകരമായി വിളയിച്ച ബിജേഷിന് ഈ വർഷത്തെ മികച്ച യുവകർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൃഷിക്ക് വീട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ബിജേഷ് പറഞ്ഞു. പ്രാവശ്യം ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. വാടാർമല്ലി ഒരു 4 കളറും ചെണ്ടുമല്ലി ഒരു 2 കളറും ഉണ്ട്, ഓറഞ്ചും മഞ്ഞയും. നല്ല സൈസിലാണ് പൂവൊക്കെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും തോട്ടത്തിൽ വന്ന് നേരിട്ടിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ഈ പൂപരിപാലനം പ്രദേശവാസികൾക്കിടയിലും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം. കോട്ടപ്പടി പിള്ളക്കാട് എഴിക്കോട്ടയിൽ അബ്ദുൾ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സലീം വിദേശത്താണ്. ഭാര്യ ഫൗസിയ കഴിഞ്ഞ തിങ്കളാഴ്ച സഹോദരിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തുകയറിയ മോഷ്ടാക്കൾ അലമാരകളും മേശകളും തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാസങ്ങൾക്ക് മുൻപ് മേഖലയിലെ 3 വീടുകളിലും സ്ഥാപനങ്ങളിലും മോഷണം നടന്നിരുന്നു. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കയ്യിലാത്ത് വീട്ടിൽ അശ്വിനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. കോടന്നൂർ സെന്ററിലെ പെർഫെക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പുത്തൂർ ചെമ്പങ്കണ്ടം സ്വദേശി കുന്നപ്പള്ളം വീട്ടിൽ അരുണുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന യുവതി എന്നിവരെയാണ് പ്രതി കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ യുവാവിന്റെ നെഞ്ചിലും യുവതിയുടെ വയറിലുമാണ് കുത്തേറ്റത്. ചേർപ്പ് SHO KN മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന മണലി മടവാക്കര റോഡിന്റെ കാടുമൂടിയ വശങ്ങൾ നാട്ടുകാർ വൃത്തിയാക്കി. മണലി പുഴയോരത്തുള്ള ഈ റോഡിലൂടെയാണ് ടോൾ ഒഴിവാക്കി നിരവധി വാഹനങ്ങൾ പോകുന്നത്. ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയിലാണ് റോഡിലേക്ക് കാട് കയറിയത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് മാറി നിൽക്കാനും സ്ഥലമില്ലായിരുന്നു. കഴിഞ്ഞയാഴ്ച വഴിതെറ്റിയ കാർ മണലിപ്പുഴയിലേക്ക് പതിച്ചതോടെയാണ് നാട്ടുകാർ ഒത്തുചേർന്ന് ശുചീകരണം നടത്തിയത്. വാർഡംഗം ശ്രീനാഥന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയായിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമൻസ് നേച്ചർ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. തമിഴ്നാട് വാൽപ്പാറ 1-ാം ഹെയർപിൻ വളവിന് സമീപം ടൂറിസ്റ്റ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. രാമേശ്വരത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ വന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, എങ്ങനെയാണ് അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ലിബീഷ്, ഇന്ന് വൈകിട്ട് 6 മണിക്കായിരുന്നു ഈ അപകടം നടന്നത്. നേരത്തെ നമുക്ക് കിട്ടിയ വിവരത്തിൽ നിന്നും വിഭിന്നമായുള്ള പുതിയ കാര്യങ്ങൾ അവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വാൽപ്പാറ പോലീസിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രാമനാഥപുരം ജില്ലയിലാണ് ഇവർ വിനോദയാത്രയ്ക്ക് പോയത്. 21 അംഗ സംഘമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് മടങ്ങുമ്പോൾ 1-ാമത്തെ എയർപിന്നിൽ വെച്ചായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ട് വാഹനം മറിഞ്ഞത്. മിനി ബസ് ആയിരുന്നു. 23 പേര് അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്നത്. ആ ഈ 1-ാമത്തെ ഹെയർ പിന്നിലായതിനാൽ ഇത് വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. അല്ലെങ്കിൽ അഗാധമായ കൊക്കയിലേക്കെല്ലാം വാഹനം മറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 20ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ നിസ്സാര പരിക്കുകളോടെ എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് വിവരം ലഭിച്ചെങ്കിലും ഇപ്പോൾ അതിന് പുതിയ പോലീസിന്റെ അറിയിപ്പ് വന്നതോടെ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. 20ഓളം പേർക്ക് പരിക്കും അതിൽ പലർക്കും അവരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അഗളി പോലീസും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ഉടനെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇത് ഒരു വലിയൊരു ദുരന്തം. ഇവിടെ ഏതാണ്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് വാൽപ്പാറ 8-ാമത്തെ വളവിലായിരുന്നു ഒരു വാഹനം മറിഞ്ഞ് കുറച്ചു പേർ മരിക്കുകയും പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത വലിയൊരു അപകടം നടന്നത്. ഇതിന്റെ അടുത്ത് തന്നെ 1-ാമത്തെ വളവിലായതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാക്കി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വാൽപ്പാറ പോലീസിൽ നിന്നും നമ്മൾ ശേഖരിച്ചു വരികയാണ്. ലിബീഷ്, തമിഴ്നാട് വാൽപ്പാറ 1-ാം ഹെയർപിൻ വളവിന് സമീപം ടൂറിസ്റ്റ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. രാമേശ്വരത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ വന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഗുരുവായൂർ നഗരസഭയിലെ തൊഴിലാളി തസ്തിക വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഗുരുവായൂർ യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നഗരസഭ വിപുലീകരിച്ചതിന് ശേഷം തസ്തിക വർധന ഉണ്ടായിട്ടില്ലെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. AKG സദനത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, യൂണിറ്റ് സെക്രട്ടറി P ബ്രജേഷ്, ജോയിന്റ് സെക്രട്ടറി TA ഷജീർ, യൂണിയൻ ജില്ലാ സെക്രട്ടറി KM സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
ബൈക്ക് സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ 2 യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പ്രതികളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ സുജിത്, ചാലക്കുടി വിയാർപുരം സ്വദേശി പടിഞ്ഞാറേതിൽ വീട്ടിൽ അഞ്ചൽ, മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ എബിൻ, കാതിക്കുടം സ്വദേശി പുല്ലൂത്ത് വീട്ടിൽ അതുൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഇല്ലം നിറ ആഘോഷിക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക. ഇല്ലം നിറയ്ക്ക് ആവശ്യമായ കതിർക്കറ്റകൾ പാരമ്പര്യ അവകാശികൾ ക്ഷേത്രനടയിലെത്തിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഏറ്റുവാങ്ങി. രാവിലെ കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ അരിമാവണിഞ്ഞ് നാക്കിൽ വെച്ചതിന് ശേഷം അവകാശികൾ കതിർക്കറ്റകൾ സമർപ്പിക്കും. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. തൃപ്പുത്തിരി 30-ന് നടക്കും. കൊടുങ്ങല്ലൂർ മേത്തല കൃഷിഭവനുകളുടെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, ചൈതന്യ ബിജു, KM രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിൽ നടന്ന കർഷക ദിനാചരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം, CDS ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ കർഷക ദിനം ആഘോഷിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V അനൂപ്, ഷാനി റജി, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, AT ഹംസ, കൗൺസിലർമാരായ ബഷീർ പൂക്കോട്, ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, കൃഷി ഓഫീസർമാരായ N ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്തും കൃഷിവകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ CB അജിത്, പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈബു തോമസ്, PP ആനി, ലിൻസി ജോയ്, കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് ആദിവാസി ഇൻഡിപെൻഡന്റ് സോഷ്യൽ അസംബ്ലി ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങ് അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കർണാടക സംഗീത രംഗത്ത് രാജ്യാന്തര തലത്തിൽ പ്രശസ്തി നേടിയ ദേവൻ അന്തിക്കാടിനെ ജയ് ഭീം സർഗപ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു. ദിശ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കുണ്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പടിയം, SK അന്തിക്കാട്, മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാജു കണക്കന്ത്ര തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് കോടതിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചൊവ്വാഴ്ച വൈകിട്ട് ഓൺലൈനായി നിർവഹിക്കും. കോടതി സമുച്ചയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വിവിധ കോടതികളിലെ ജഡ്ജിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 38 കോടി രൂപ ചെലവിലാണ് പുതിയ 5 നില മന്ദിരം യാഥാർത്ഥ്യമായത്. 41 വില്ലേജുകളുടെ അധികാര പരിധിയുള്ള കേരളത്തിലെ ഏക സിവിൽ കോടതിയാണ് ചാവക്കാട്ടേത്.
സർക്കാരിന്റെ നിരാശാജനകമായ ബോണസ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് FSETO നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനവും യോഗവും നടത്തി. തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനം FSETO ജില്ലാ സെക്രട്ടറി E. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ PC സിജി, KGOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR രാജീവ്, PSCCU സംസ്ഥാന കമ്മിറ്റി അംഗം PA ലിജോ എന്നിവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വിശുദ്ധ എവുപ്രാസമ്മയുടെ 20ാമത് തിരുനാൾ ഒല്ലൂർ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ 20 മുതൽ 29 വരെ ആഘോഷിക്കും. 20-ന് വൈകിട്ട് അതിരൂപത വികാരി ജനറൽ ജെയ്സൺ കൂനമ്പ്ലാക്കൽ കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ 29-ന് രാവിലെ 10-ന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1,00,000 പേർക്ക് ഊട്ടുനേർച്ച വിതരണം ചെയ്യും. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോയിച്ച് ടില്ലപ്പള്ളി, സെക്രട്ടറി സിസ്റ്റർ റാണി ജോർജ്, ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ, ഡിവിഷൻ കൗൺസിലർ പോളി ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി തൃക്കണായ യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ഉസ്മാൻ മുല്ലക്കര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KA ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KK ഷഫൂറ, പ്രസിഡന്റ് TP പ്രവീൺ, PM ആയിഷ, KA ഷംസുദ്ദീൻ, ഹുസൈൻ നരിക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ നടന്ന കർഷക ദിനാചരണം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് മികച്ച കർഷകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ നീതു B. നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി പഞ്ചായത്ത് കർഷക ദിനാഘോഷം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് മികച്ച കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ നസീഹത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ജനപ്രതിനിധികളായ AA ഫിജിന, MK അനിൽകുമാർ, ഉമ്മർ സലീം, VJ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ദിനാഘോഷം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, കൃഷി ഓഫീസർ KS ശ്വേത തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ കർഷക ദിനാചരണം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, കൃഷി ഓഫീസർ NT ഫ്രെഡി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AA ഫിജിന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. കർഷക ദിനത്തിൽ അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ മാതൃകാ അടുക്കളത്തോട്ടം ഒരുക്കി. എറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സരിത അടുക്കളത്തോട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു.
വാർഡ് മെമ്പർ സിന്ധു സാബു, സീനിയർ അധ്യാപിക ബീന, ഷെമി തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റത്ര സീനിയർ CLCയുടെ 70ാമത് വാർഷികവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ആഘോഷിച്ചു. ഫാദർ ജോമൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ലിറ്റി ജോസഫ്, CLC ഭാരവാഹികളായ AJ ജെയ്സൺ, അലക്സ് വിൻസെന്റ്, AJ സജി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് BCom ഫിനാൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ഓണസദ്യ ഒരുക്കി. 412 വിഭവങ്ങളാണ് സദ്യയിൽ വിളമ്പിയത്. തോമസ് ഉണ്ണിയാടൻ MLA, VP നന്ദകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ്, മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോൺ പാലിക്കര, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജെയ്സൺ പരേക്കാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉപഭോക്തൃ കോടതി വിധിപ്രകാരം 1,60,50,000 രൂപ നൽകിയില്ലെന്ന പരാതിയിൽ കുറിക്കമ്പനി ചെയർമാന് വാറണ്ട് അയക്കാൻ കോടതി ഉത്തരവിട്ടു. അയ്യന്തോൾ സ്വദേശി കാളത്തോട്ടുകാരൻ വീട്ടിൽ സോജു ഡേവിസ് ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി. ഒളരി ലിറ്റിൽ ഫ്ലവർ കുറീസ് ലിമിറ്റഡ് ചെയർമാനെതിരെയാണ് ഉത്തരവ്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അർണോസ് പാതിരി ചെയർ ഉദ്ഘാടനം ചെയ്തു. അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഡോക്ടർ SJ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ജോൺ തോമസ് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ സിബിൻ വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഓണസദ്യ നടന്നു. തിരുവല്ലോമല ബ്രദേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓണസദ്യ സംഘടിപ്പിച്ചത്. പുത്തൻപടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിച്ചു. പ്രിൻസിപ്പൽ സ്മിത P ജോസ് ഉദ്ഘാടനം ചെയ്തു. NSS കോർഡിനേറ്റർ ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു. നെൽകർഷകനായ രാജൻ കാരണത്ത്, ക്ഷീരകർഷകരായ KJ വിൻസെന്റ്, ജോൺസൺ കിടങ്ങൻ എന്നിവരെയാണ് ആദരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ എൽത്തുരുത്ത് ഡിവിഷൻ ഓണാഘോഷം ഒളരി SN ഓഡിറ്റോറിയത്തിൽ നടന്നു. കൗൺസിലർ ഷാജു കുണ്ടോളി ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ജിഷ സന്തോഷ് അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ രാജേശ്വരി, ഭാരവാഹികളായ ഷീന, ശ്രീലക്ഷ്മി, സനു, സുജിത്, ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതം പുതൂർക്കര കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ കൃഷിയെക്കുറിച്ച് സെമിനാർ നടത്തി. EN രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. K സുധാകരൻ, സലീം ബാബു, ആലപ്പാട്ട് രാമചന്ദ്രൻ, പാറമേൽ മോഹനൻ, രാജേന്ദ്രൻ വിളക്കപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രനാളിൽ ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. കയ്യിൽ താമരപ്പൂവുമായി ഇരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപമാണ് പൂക്കളത്തിൽ തീർത്തത്. പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദൃശ്യം നിരവധി ഭക്തരെ ആകർഷിച്ചു. ഇനി വാണിജ്യം. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ആദ്യ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ആദ്യ വാർഷികത്തിന്റെ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും പട്ടിക്കാട് സെന്റ് സേവിയേഴ്സ് ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കൂട്ട് നിർവഹിച്ചു. ആദ്യ വിൽപ്പന അമ്മാടം സ്വദേശി രവീന്ദ്രൻ നൽകി ഫാദർ തോമസ് വടക്കൂട്ട് നിർവഹിച്ചു. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പുലിക്കോടൻ ഷാജു, പത്നി സോമോൾ ഷാജു, മാനേജർമാരായ AS ഉണ്ണി, ഷായ്ജാൻ, കുടുംബാംഗങ്ങൾ, ഉപഭോക്താക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കുന്ന കേരളത്തിലെ പ്രീമിയം ജ്വല്ലറിയായ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷികത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി 1 ഡേ ബിഗ് ഓഫറും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. 3 പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ, 1.5 പവനിൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ തുടങ്ങിയവയെല്ലാം TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ്. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സുവർണ അവസരവും ഒരുക്കിയിട്ടുണ്ട്.
ധ്രുവ കളക്ഷൻസ്, ബൊട്ടിക് ജ്വല്ലറി, 18 കാരറ്റ് ആഭരണങ്ങൾ, സിയോണ ഡയമണ്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നൽകി വരുന്ന സ്ഥാപനമാണ് TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,270 രൂപ, പവന് 1,14,160 രൂപ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാവർട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. ചെറിയാൻ ഭാര്യ ഡോളിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബൻഹറിനെ പാവർട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ. ചെയർമാന്റെ വീട് KSU ഉപരോധിച്ചു. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലെ വിവാഹ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ മണ്ഡപം സ്ഥാപിച്ചു. ഗുരുവായൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം. മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കോടന്നൂർ സ്വദേശി അശ്വിനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.